തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് തൃശ്ശിവ പേരൂർ. അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. വടക്കുംനാഥന്റെ മണ്ണിലേക്ക് പൂരപ്രേമികൾ ഒഴുകിയെത്തുകയാണ്. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ആസ്വദിക്കാൻ ആയിരങ്ങളാണ് പൂരനഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാറായി. 7 മണിയോടുകൂടി സാമ്പിൾ വെടിക്കെട്ടുകൾ പൊട്ടിത്തുടങ്ങും. സാമ്പിൾ വെടിക്കെട്ട് നന്നായാൽ പൂരം വെടിക്കെട്ട് ഗംഭീരമാകും എന്ന് പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ നിരവധി ആളുകൾ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയങ്ങൾ അത് കൺകുളിർക്ക കാണാൻ ആയിരങ്ങളാണോ ഇപ്പോൾ ആ പൂരപ്പറമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്? മിഥുൻ അയ്യപ്പൻ. തീർച്ചയായും വടക്കുംനാഥൻ്റെ ആകാശവും വടക്കുംനാഥൻ്റെ മണ്ണുമെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് പ്രധാന വെടിക്കെട്ടിന് ഒരുക്കി വെച്ചിരിക്കുന്നത്, തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ സസ്പെൻസായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ ചെറിയ സൂചനകൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. 7 മണിക്കാണ് ആദ്യ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുക. സമയക്രമം പാലിക്കുകയാണെങ്കിൽ 7 മണിക്ക് തന്നെ വടക്കുംനാഥൻ്റെ ആകാശത്ത് ആദ്യ മുഴക്കം മുഴങ്ങി തുടങ്ങും. അത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെതായിരിക്കും ഇത്തവണ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം 7:30 പാറമേക്കാവ് വിഭാഗവും തങ്ങളുടെ ആ ഒരു വെടിക്കെട്ട് പുരയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആകാശ വിസ്മയങ്ങൾ അതിൻ്റെ ചെറിയൊരു ഭാഗം പ്രദർശിപ്പിക്കും. അത്തരത്തിൽ എത്രത്തോളം നയന ഗംഭീരമാണ്, ശ്രവ്യ ഗംഭീരമാണ് ഇത്തവണത്തെ വെടിക്കെട്ട് എന്ന് അറിയാൻ വേണ്ടി ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിന് ചുറ്റും ഈ സ്വരാജ് റൗണ്ടിന്, വടക്കുംനാഥൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റുമെല്ലാം നിരവധിയായിട്ടുള്ള ആളുകളാണ് തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയക്രമം പാലിക്കുകയാണെങ്കിൽ കൃത്യം 7 മണിക്ക് വെടിക്കെട്ട് ആരംഭിക്കും. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ജനം TV ഒരുക്കി കഴിഞ്ഞു. ഇരു വിഭാഗത്തിൻ്റെയും നയനമനോഹരമായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് തത്സമയം തന്നെ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. എനിക്ക് പിന്നിൽ പാറമേക്കാവ് ദേവിയുടെ ദീപാലങ്കൃതമായിട്ടുള്ള ഗോപുരം കാണാം. അതിനകത്ത് ഈ വൈദ്യുത ദീപാലങ്കൃതമാണ് ഗോപുരമെങ്കിൽ ആ ക്ഷേത്രത്തിനകത്ത് തിരി ദീപങ്ങൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ദീപാരാധനയുടെ സമയമാണ്. പാറമേക്കാവ് ഭഗവതി ദീപാരാധനയിൽ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ദീപാരാധനയ്ക്ക് ശേഷമാണ് 7 മണിക്ക് ഇത്തരത്തിൽ വടക്കുംനാഥൻ്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ആ ഒരു വലിയ വിസ്മയം വെടിക്കെട്ട് കാണാൻ വെടിക്കെട്ട് ആരംഭിക്കുക. അതിനുവേണ്ടി അപാലവൃദ്ധം ജനങ്ങൾ ഇങ്ങനെ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും അതുപോലെ തന്നെ പലയിടങ്ങളിലെല്ലാം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വടക്കുംനാഥ ക്ഷേത്രത്തിന് തൊട്ട് സമീപമുള്ള പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മുടെ പൂരവിളംബരം പ്രത്യേക പരിപാടി ആരംഭിച്ചത് 5 മണിക്കാണ്. ആ സമയം തന്നെ ആ വെയിലത്ത് തന്നെ ഈ ആളുകൾ ഇവിടെ തന്നെ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആളുകൾ കൂടുതൽ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. 7 മണിയോടുകൂടി ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ പല ഇടങ്ങളിലും ആളുകൾ ഇങ്ങനെ എത്തി തുടങ്ങുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ചില അമ്മമാരിവിടെ കാണാൻ എത്തിയിരിക്കുന്നുണ്ട്. സാമ്പിൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? കാത്തിരിക്കുകയാണ്. വരാറില്ല. ഇപ്പം ആദ്യമായിട്ട് ഈ പ്രാവശ്യം വന്നതാണ് കാണാൻ. ആദ്യമായിട്ട് ഇത് കാണാൻ ആദ്യമായിട്ട് വന്നത് വന്നതാണ്. പൂരത്തിന് സ്ഥിരം വരാറുണ്ടോ? പൂരത്തിനൊന്നും വരാറൊന്നുമില്ല. പൂരത്തിന് വരാറില്ല. ഈ കൊല്ലാണ് ഇപ്പോൾ ഇതിനൊന്നും വന്നത്. പൂരത്തിന് വരാറില്ല. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് പൂരത്തിന്റെ ആ ഒരു ഗരിമയൊക്കെ കാണാൻ പോകുന്നത്. അതെ, ഈ കൊല്ലാണ് കാണാൻ പോകുന്നത്. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ നല്ലതാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. ശബ്ദം പേടിപ്പിക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ പേടിയൊന്നുമില്ല. തൃശ്ശൂർക്കാരോടാണല്ലേ ശബ്ദത്തെ കുറിച്ച് പേടിയൊന്നുമില്ല. അങ്ങനത്തെ പേടിയില്ല. എന്താണ് അമ്മ എങ്ങനെയാണ്? പൂര വെടിക്കെട്ട് സാമ്പിൾ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ആദ്യമായിട്ടാണ് സാമ്പിൾ കാണാൻ വരുന്നത്. പൂരം കണ്ടിട്ടുണ്ടെങ്കിലും സാമ്പിൾ വെടിക്കെട്ട് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. ശബ്ദത്തിന്റെ പേടിയൊന്നുമില്ല. എന്നാലും ധൈര്യമായിട്ട് ഇരിക്കുക തന്നെയാണ് കാണണം എന്നുള്ള വാശിയോട് കൂടിയിട്ട്. ഇത്തവണ കുറച്ചുകൂടി നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് പിൻവലിച്ചതോട് കൂടിയാണ് കാണാൻ വരാൻ തോന്നിയത്. തീർച്ചയായും നല്ല പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ അതിൽ കുഴപ്പമുണ്ടാക്കി അതൊക്കെ നമുക്ക് കണ്ടതാണ്. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. ഇത്തവണ നിയന്ത്രണം പിൻവലിച്ചതോടെയാണ് നമുക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ഇവിടേക്കൊന്നും ആളുകളെ കയറ്റി വിട്ടിരുന്നില്ലായിരുന്നു. ഇല്ല, നിയന്ത്രണങ്ങൾ ഗംഭീരമായിരുന്നു. അത് കാരണം കാലത്താണ് വെടിക്കെട്ട് നടന്നത്. രാത്രി നടക്കേണ്ട രാത്രി 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് 8 മണിക്ക് 8:30. അതും കുറേ റെസ്ട്രിക്ഷൻസ് കാരണം.
ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ റെസ്ട്രിക്ഷൻസ് കൂടുതലാകുമ്പോൾ ഈ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക. കാരണം ഇപ്രാവശ്യം വെടിക്കെട്ടിൽ തുടക്കം മുതലേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വെടിക്കെട്ടും ഇതൊക്കെ എല്ലാം എങ്ങനെയും നടക്കുക എന്നുള്ളത്. ഇപ്രാവശ്യം അതെല്ലാം നീങ്ങി എല്ലാവർക്കും നല്ല സന്തോഷമാണ് കിട്ടിയത്. അപ്പോൾ വെടിക്കെട്ട് കാണാനുള്ള ആവേശം കൂടിപ്പോയി. അതാ നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചത്. മോനെ വെടിക്കെട്ട് കാണാനുള്ള തയ്യാറായി കഴിഞ്ഞ എന്താ കാണാൻ ഉദ്ദേശിക്കുന്നേ? വെടിക്കെട്ട്. വെടിക്കെട്ട്. ശബ്ദത്തെ പേടിയുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? ഏത് വെടിക്കെട്ടാ കണ്ടിട്ടുള്ളത്? തൃശ്ശൂർ വന്നിട്ടുണ്ടെന്ന് പറയും. തൃശ്ശൂർ വന്നിട്ടുണ്ടെന്ന് തൃശ്ശൂർ വെടിക്കെട്ട് നന്നായിട്ട് കാണാൻ പറ്റട്ടെ അല്ലേ? ഓക്കെ. നാളെ പൂരത്തിന് വരുമോ? നാളെ മറ്റന്നാളൊക്കെ പൂരത്തിന് വരുമോ? ഓക്കെ. എന്തായാലും ഈ പ്രായഭേദമില്ലാതെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം മനോഹരമായിരിക്കും ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് വിരിയാൻ പോകുന്ന, അതിൻ്റെ ആകാശത്ത് വിരിയാൻ പോകുന്ന ആ ഒരു വർണ്ണവിസ്മയം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പറയാനുള്ളത് ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വളരെ പിൻവലിച്ചതോടുകൂടി, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ കൂടുതൽ ആസ്വദിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പ്രേക്ഷക കൂടി എത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? പൂരം ഗംഭീരവും. പൂരം എല്ലാ വർഷവും ഗംഭീരമാണ്. ഇത്തവണത്തെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എല്ലാ നിയന്ത്രണങ്ങളൊക്കെ മാറിയല്ലോ. അതാണ് എല്ലാവർക്കും പറയാനുള്ളതാണ്. നിയന്ത്രണങ്ങൾ മാറിയപ്പോഴാണ് ഈ തൃശ്ശൂർക്കാരുടെ മുഖം ഒന്ന് തെളിഞ്ഞതല്ലേ? കറക്റ്റ്, അതാണ്. ആ നിയന്ത്രണങ്ങൾ കുറച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് പൂരം ആസ്വദിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ ആർക്ക് വേണ്ടിയോ നടത്തിയൊരു പൂരം എന്ന് തോന്നിയായിരുന്നു. അതൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഞങ്ങളുണ്ടായില്ലെങ്കിലും പൊതുവെ ഞങ്ങളുടെ ഈ ഭാഗത്ത് സ്ഥിരം വരുന്നവരുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു. കാരണം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും കഴിഞ്ഞ ദിവസം നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കെട്ടിടങ്ങളുടെ പുറകിൽ ഇരുന്നിട്ട് ശബ്ദം മാത്രം കേട്ട് മടങ്ങേണ്ടി വന്നിരുന്നു ആളുകൾക്ക്. ഭയങ്കര കൺട്രോളായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കൺട്രോള് ലിബറൈസ് ചെയ്ത കാരണം നമുക്ക് മൊത്തത്തിൽ കാണാൻ ആസ്വദിക്കാനൊക്കെ വന്ന് നിൽക്കാനൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വന്ന് നിൽക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നാളത്തെ പ്ലാൻ എന്താണ്? നാളെ നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് വരികയാണ്, പൂരവിളംബരം വരികയാണ്. എന്തായാലും കാലത്താകുമ്പോൾ ഞങ്ങൾ മിക്കവാറും വരാനുള്ള ഉദ്ദേശമുണ്ട്. മിക്കവാറും എത്തും. പൂരത്തിന്റെ ദിവസവും ഏതാണ് പൂരത്തിന് ഏറ്റവും കാണുന്ന ആഗ്രഹമുള്ള ഒരു എലഞ്ഞിത്ര മേളത്തിനോടാണോ അതോ മടത്തിൽ വരവിനോടാണോ ഇഷ്ടം? ഏറ്റവും കുടമാറ്റത്തിനാണ്. അമ്മയ്ക്കും കുടമാറ്റമാണോ ഇഷ്ടം? കഴിഞ്ഞ തവണത്തെ കുടമാറ്റം ഗംഭീരായിരുന്നു. ടി വിയിൽ കണ്ടിരുന്നല്ലേ? ടി വിയിൽ കണ്ടു. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഓസ്ട്രേലിയയിലായിരുന്നു മോളുടെ അടുത്ത്. പക്ഷെ ഞങ്ങളെല്ലാം കണ്ടു. ഇത്തവണ നേരി കാണും. വലിയ തിരക്കായിരിക്കും, എന്നാലും കാണാൻ പറ്റും. ശരി. തീർച്ചയായിട്ടും ഈ തൃശ്ശൂർക്കാരുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായി ഭരണകർത്താക്കൾ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ള ഇടപെടലിനെ തുടർന്ന് ഉണ്ടായ ഒരു നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തു തന്നെയാണ് ഇത്തരത്തിൽ ഈ മുഖം തെളിയാനുള്ള കാരണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെല്ലാം പൂരം ആസ്വദിക്കാൻ എത്തിയവരാണ്. പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളുടെയും ഭാഗമാവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഈ പൂരപ്രേമികളെയും ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ട് എന്തൊരു പൂരം നടത്തലാണ് എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ വർഷത്തെ പൂരം അവസാനിക്കുമ്പോൾ ഉയർന്നത്. അത് വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തി. ഇത്തവണ ആ വിവാദങ്ങളെല്ലാം ഒരുവിധം മാറി നിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തിന് തൊട്ട് പിന്നിലാണ് വടക്കുനാഥൻ്റെ പ്രദക്ഷിണ വഴി എന്നറിയപ്പെടുന്ന സ്വരാജ് റൗണ്ട് ഉള്ളത്. ആ സ്വരാജ് റൗണ്ടിലേക്ക് ഇത്തവണ ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ടിൻ്റെ ആ തനിമ ചോരാതെ വെടിക്കെട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യഭംഗിയും ശ്രവ്യഭംഗിയുമെല്ലാം കൃത്യമായി കാണാനും ആസ്വദിക്കാനും ആളുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞായറാഴ്ച കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ആസ്വാദികരമായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതോടകം തന്നെ എനിക്കിപ്പോൾ കാഴ്ചയിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ദീപാരാധനയോടുകൂടിയാണ് വടക്കുനാഥൻ്റെ ഈ പ്രദക്ഷിണ വഴിയിലുള്ള 3 ഗോപുരങ്ങളുണ്ട്. 3 ഗോപുരങ്ങൾ മിഴി തുറക്കുന്നത് ഈ സമയത്ത് തന്നെയാണ്. കാരണം ഈ ദീപാരാധനയ്ക്ക് ശേഷം അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും. ഈ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് കാരണം പാറമേക്കാവ് വിഭാഗത്തിനൊപ്പം അല്ലെങ്കിൽ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് മിഥുൻ അയ്യപ്പൻ നിൽക്കുന്നത്. ഇനി സാനു കെ സജീവ് കൂടി ചേരുന്നു. സാനു, തിരുവമ്പാടി ക്ഷേത്രത്തിന് മുമ്പിലാണോ അല്ലെങ്കിൽ തിരുവമ്പാടി വിഭാഗത്തിന് മുമ്പിലാണോ എന്നുകൂടി വ്യക്തമാക്കണം. എന്തായാലും ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ ചാലിച്ചുകൊണ്ട്
കണ്ണിനും കാതിനും ഒക്കെ കുളിരേകുന്ന സാമ്പിൾ വെടിക്കെട്ടിന് ഏതാനും നിമിഷങ്ങൾ മാത്രം. 7 മണിയോടുകൂടി സാമ്പിൾ വെടിക്കെട്ട് നടക്കും. അത് പൂരത്തിന് കുടമാറ്റം ഈ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ഒരു മത്സരമാണ് എങ്കിൽ ഈ വെടിക്കെട്ടും ഒരു മത്സരമാണ്. പാറമേക്കാവ് ഒരു നല്ല അമിട്ട് പൊട്ടിച്ചാൽ അതിന് ഉപരിയായി പിന്നീട് തിരുവമ്പാടി വിഭാഗത്തിൻ്റേത് ഉണ്ടാവും. ഒരു വിഭാഗത്തിൻ്റെ പടക്കങ്ങൾ അല്ലെങ്കിൽ വെടിക്കെട്ടുകൾ സമ്പൂർണ്ണമായി പൊട്ടിയതിന് ശേഷമാണോ അടുത്ത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ടുകൾ ഓരോന്നും അവസാനിച്ച ശേഷമാണോ പൊട്ടുക? സാനു കെ സജീവ് അത്തരം കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറയുമോ സാനു കെ സജീവ്? വിനോദ്, ഞാൻ നിൽക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപം തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതിന് സമീപമാണ്. ഇവിടെ എല്ലാവരും, അതായത് ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി എല്ലാവരും ഇവിടെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴി, അതായത് സ്വരാജ് റൗണ്ടിന് സമീപം എല്ലാവരും തമ്പടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വെടിക്കെട്ട് കാണാനും അത് ആസ്വദിക്കാനും വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഈ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. അതായത് ഈ മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് കൂടുതൽ ജനകീയമായി, അതായത് വെടിക്കെട്ടും മറ്റ് പൂരത്തിന്റെ വിശേഷങ്ങളെല്ലാം കുറെ കൂടെ അടുത്ത് നിന്ന് കാണാനും അത് കണ്ടറിയാനും അത് ആസ്വദിക്കാനും സാധിക്കുന്ന വിധത്തിലേക്ക് ഇക്കുറി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിനുവേണ്ട നിയന്ത്രണങ്ങളിൽ ചില ലഘൂകരണങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ പ്രദക്ഷിണ വഴിയിലേക്ക് അടക്കം കയറി നിന്ന് പൂരം ആസ്വദിക്കാനും അത് കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപമുള്ള തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതിന് സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവമ്പാടി വിഭാഗമായിരിക്കും ഈ ആകാശ വിസ്മയത്തിന് ആദ്യം തിരികൊളുത്തുക. അതായത് ഈ നിരവധി സസ്പെൻസുകൾ ഈ ഒരു വെടിക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സൈനികർ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിനെ അടക്കം അനുസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തിരുവമ്പാടി വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആകാശത്ത് ഷൂട്ട് ഔട്ട് നടത്തും തങ്ങൾ എന്നാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വലിയൊരു ജനസഞ്ചയം ഈ പ്രദേശങ്ങളിലെല്ലാം കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള, അതായത് നടുവിലാലിന് സമീപമുള്ള അലങ്കാര ഗോപുരം ദീപാലങ്കൃതമായിട്ടുണ്ട്. നിരവധി ആൾക്കാർ അതിന് സമീപം നിൽക്കുന്നു. അതേപോലെ തന്നെ ഈ സ്വരാജ് റൗണ്ടിലും മറ്റ് പ്രദേശങ്ങളിലെല്ലാം എവിടൊക്കെ നിന്നാൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ പറ്റുമോ, അത് കാണാൻ പറ്റുമോ, ആ പ്രദേശങ്ങളിലെല്ലാം ജനം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ സ്വരാജ് റൗണ്ടിനോട്, അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിക്ക് സമീപമുള്ള വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ബഹുനില മന്ദിരങ്ങളിലെല്ലാം ആളുകൾ കയറി തിങ്ങി നിറഞ്ഞ് അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കുന്ന 7 മണിക്ക് ശേഷം തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്, അതായത് സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആ പൂരത്തിന്റെ ആവേശം, ആ വെടിക്കെട്ടിന്റെ ആവേശം കണ്ടറിയാൻ, കേട്ടറിയാൻ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് വിനോദ്. തീർച്ചയായും ആ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി അക്ഷമരായി കാത്തു നിൽക്കുന്നു. സാനു, ഒരു കാര്യം കൂടി, തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കം കുറിക്കുക. അപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഈ സാമ്പിൾ വെടിക്കെട്ടുകൾ സമ്പൂർണ്ണമായി അവസാനിച്ച ശേഷമാണോ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആരംഭിക്കുക? അതോ ഒരു ഘട്ടം വരെ കുറച്ച് സമയം തിരുവമ്പാടിയുടെ ഈ പറഞ്ഞ സാമ്പിൾ വെടിക്കെട്ടുകൾ പൊട്ടിയാൽ പിന്നീട് പാറമേക്കാവ്, അങ്ങനെയാണോ നിശ്ചയിച്ചിരിക്കുന്നത്? അതുകൂടി പറയാൻ കഴിയുമോ സാനു? വിനോദ, സമയക്രമം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതായത് 7 മണിക്ക് തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്, അതായത് ആകാശ വിസ്മയത്തിന് തിരികൊളുത്തും എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. അതിനുശേഷം 7:30 കൂടിയായിരിക്കും പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് തുടക്കമാവുക. അതായത് അരമണിക്കൂറിന്റെ വ്യത്യാസത്തിലായിരിക്കും ഈ ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടക്കുന്നത്. അതായത് മുൻ നിശ്ചയിച്ച പ്രകാരം 7 മണിക്ക് നടക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവമ്പാടിയുടെ ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തപ്പെടും. അതിനുശേഷം 7:30 കൂടി പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടും നടക്കും.